ഗുരുതരമായി പരിക്കേറ്റ് മരണത്തോട് മല്ലടിച്ച ആസാം സ്വദേശിക്ക് കൈത്താങ്ങായി സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ. ബധിരനും മൂകനുമായ ആസാം സ്വദേശി ഇന്ദ്രജിത്തിനെയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയും കോട്ടയം മെഡിക്കൽ കോളേജും ചേർന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് മരണത്തോട് മല്ലടിച്ച് വഴിയരികിൽ കിടന്ന ആസാം സ്വദേശി ഇന്ദ്രജിത്തിനെ ആരൊക്കെയോ ചേർന്നാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അതീവ ഗുരുതരമായിരുന്നു പരിക്ക്. ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് പോലും ഉറപ്പില്ലായിരുന്നു. പ്രാഥമിക ശുശ്രൂഷ നൽകി വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഡോക്ടർ സതീഷിന്റെ നേതൃത്വത്തിൽ അതിസങ്കീർണമായ തലയൊട്ടി തുറന്നുള്ള ശസ്ത്രക്രിയ വേണ്ടിവന്നു. അത്യാസന്ന നില തരണം ചെയ്തതോടെ തിരികെ വീണ്ടും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക്. പത്തനംതിട്ടയിൽ ഡോക്ടർ ജെഫി ജോർജിന്റെ കീഴിലായിരുന്നു ഇന്ദ്രജിത്തിന്റെ ചികിത്സ. പേഷ്യന്റ് ബേസിക്കലി ഡഫ് ഉണ്ട്. നമ്മൾ പുള്ളിക്കാരൻ്റെ പേരും അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ മൊബൈലിനകത്ത് ഈ സൈൻ ലാംഗ്വേജ് കാണിച്ചിട്ട് പുള്ളിക്കാരൻ്റെ പേര് എഴുതാൻ അറിയാം. പുള്ളിക്കാരൻ്റെ ലാംഗ്വേജിലാണ് എഴുതിയത്. അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ടപ്പം പേരും മനസ്സിലായി. അപ്പം ഇന്ദ്രജിത്ത് മനോഹർ എന്ന പുള്ളിക്കാരൻ എഴുതിയത്. അഡ്രസ്സിൻ്റെ കാര്യവും നമ്മൾ ചോദിച്ചു, ആധാർ എന്തെങ്കിലും ഉണ്ടോ, അതും സൈൻ ലാംഗ്വേജ് ചോദിച്ചു. പക്ഷേ അത് പുള്ളിക്കാരന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഏറെ പരിശ്രമത്തിനൊടുവിലാണ് ബധിരനും മൂകനുമായ ഇന്ദ്രജിത്തിന്റെ പേരും സ്ഥലവും ആശുപത്രി അധികൃതർ മനസ്സിലാക്കിയത്. പരിചയക്കാരെ കണ്ടെത്താൻ പരമാവധി ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ഒടുക്കം ഇന്ദ്രജിത്തിന്റെ പുനരധിവാസവും ആശുപത്രി അധികൃതർ തന്നെ ഉറപ്പാക്കി. പേഷ്യൻ്റ് വന്നതിനെക്കാട്ടി നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ പി എം ആറിൻ്റെ എൻ്റെ അണ്ടറിൽ തന്നെയാണ്. പക്ഷേ PMR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് സഹായം. അതുപോലെ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെയും സഹായമുണ്ട്. ഈ ബൈറ്റ് വെച്ച് ആരെങ്കിലും തിരക്കി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിറവേറ്റിയതെന്ന് ഡോക്ടർമാരും ആശുപത്രി അധികൃതരും പറയുന്നു. അതേസമയം വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ലെങ്കിലും ഇന്ദ്രജിത്താകട്ടെ തന്നെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയവരോടുള്ള കടപ്പാട് അവൻ്റെ പെരുമാറ്റത്തിൽ അറിയിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട.